ഗായ്സ് നമ്മുടെ കൂട്ടുകാരനായ കാശിയാണ് സ്റ്റണ്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സൈക്കിൾ ഹെർക്കുലീസിൻ്റെ കാർ എക്സ് മോഡലാണ് ഗൈസ് നമ്മുടെ സൈക്കിള്. അപ്പോൾ സൈക്കിളിനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നല്ല സ്പോഞ്ച് ടയറാണ്, കണ്ടില്ലേ, സ്പോഞ്ച് ടയറാണ്. ഇതിന് കാറ്റടിക്കേണ്ട ആവശ്യമില്ല. ഇത് സ്പോഞ്ച് ടയറാണ്, കണ്ടില്ലേ, കാറ്റടിക്കേണ്ട ഒരാവശ്യവും ഇല്ല. അപ്പോൾ ഇത് സ്പോഞ്ച് ടയറാണ്. ഇതാണ് നമ്മുടെ സ്റ്റണ്ട് സൈക്കിൾ എന്ന് പറയുന്നത് ഗൈസ്. സ്റ്റണ്ട് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വേണം ഗൈസ്, കണ്ടില്ലേ, വേണ്ടേ. ഇതാണ് നമ്മുടെ സാധാരണ സൈക്കിളിൻ്റെയൊക്കെ ബ്രേക്ക് ഇവിടെയല്ലേ വരാറ്, പക്ഷേ ഇതിൻ്റെ ബ്രേക്ക് ഇവിടെയാണ് വരുന്നത്. അതായത് നമ്മുടെ ബൈക്കിൻ്റെയൊക്കെ മോഡൽ ഓടുന്നതിൻ്റെ ബ്രേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഓണറിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. മഹിഷ്മ എസ്, ഇതാണ് നമ്മുടെ ഓണർ, അതായത് എൻ്റെ അനിയത്തി, ഇതാണ് ഓണർ. പക്ഷേ സ്റ്റണ്ട് കാണിക്കുന്നത് നമ്മുടെ കാശിയാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് പുള്ളിക്കാരൻ. അപ്പോൾ സ്റ്റണ്ട് തുടങ്ങാണ്. 3, 2, 1 സ്റ്റാർട്ട്. ഗൈസ് ഫസ്റ്റ് ഫ്രണ്ട് വെക്കലാണ്, കണ്ടില്ലേ, സ്റ്റണ്ട് മാസ്റ്ററാണ് ഗൈസ്. പുള്ളിക്കാരന് നല്ലോണം സ്റ്റണ്ട് കാണിക്കും ഗൈസ്. കണ്ടില്ലേ, സൈക്കിളിൽ ഏത് സൈക്കിളിലായാലും നല്ലോണം സ്റ്റണ്ട് കാണിക്കും. കണ്ടേ, ഫ്രണ്ട് വെക്കും, ഡ്രിഫ്റ്റ് അടിക്കും, അല്ല വെച്ചാണേ. ഇതാണ് നമ്മളുടെ ഈ വീട്ടിലെ ഓണറിൻ്റെ സൈക്കിൾ. അതായത് ഇതും ഹെർക്കുലീസിൻ്റെ BSA എന്നുള്ള മോഡലിലെ ഓർബിറ്റിൻ്റെ സൈക്കിളാണ്. അപ്പോൾ ഇതാണ് സൈക്കിള്. അല്ലേ, ഇതിന് കാറ്റടിക്കണം ഗൈസ്, കണ്ടല്ലേ, നല്ല കിടുക്ക് കാറ്റ് നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് V ബ്രേക്കാണ്. കൂടാതെ തന്നെ ചെയിൻ നല്ല ചെയിനാണ്, കുഴപ്പമൊന്നുമില്ല, കണ്ടല്ലേ, കുഴപ്പമൊന്നുമില്ല. അതിന് സ്റ്റാൻഡിനും വലിയ പ്രശ്നമൊന്നുമില്ല. ഇതേ ടയറും അതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ ക്യാരിയർ സാധാരണ ക്യാരിയറിനെ കൂട്ടിലെ ഇരുമ്പല്ല, പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ ഇതിൻ്റെ ബെല്ലും കുറച്ച് തുള്ളിച്ച് പോയി. ഇതേ നമ്മൾ വേണ്ടി സ്റ്റണ്ട് കാണിക്കാൻ പോവുകയാണ് നമുക്ക് വേണ്ടി. 3, 2, 1 കണ്ടില്ലേ ഗായ്സ്, ഫ്രണ്ട് ആയിക്കൊണ്ട് ഓടിക്കുന്നേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് പരിചയപ്പെടുത്തി കാണിക്കണ്ടേ, ഞാൻ ഈ വീട് മൊത്തവും നിങ്ങളെ ചുറ്റി കാണിക്കാം. അകത്ത് ഈ വീട്ടിലെ ഓണർ വരുമ്പോഴേ കാണിക്കാൻ പറ്റുള്ളൂ ഗായ്സ്. അവർ മുടി വെട്ടാൻ പോകാതിരിക്കുകയാണ് മോനെ കൊണ്ട്. അപ്പോൾ ഇതാണ് ഏരിയ. അതെ, ഇതാണ് ആ വീടിൻ്റെ ബാക്ക് വശം. ഇവിടെ നിന്ന് അകത്ത് കാണാൻ പറ്റും ഗൈസ്. ഇത് കിച്ചണാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാണണം ഗൈസ്. ഇവിടുത്തെ അക്ക മൊത്തത്തിൽ ആർട്ട് വർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗൈസ് ഈ വീട്. എൻ്റെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയ്ക്കും ആർട്ട് വർക്കാണ് കിടുക്കായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അകത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ. വെളിയിൽ ഇത്രയും ആർട്ട് വർക്ക് ഉണ്ടെങ്കിൽ അകത്തെ അവസ്ഥ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയോ. ഇവിടെ ഒരു അരയന്നം ഉണ്ട് കേട്ടോ, ഒരു നല്ല കിടുക്കരയന്നം. പക്ഷേ അത് സിമെൻറ്റും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണെന്നേ ഉള്ളൂ. അല്ലേ, 3 അരയന്നങ്ങളാണ്. ഒരരയന്നത്തിൻ്റെ പേര് കിട്ടു, ഇത് മിട്ടു, ഇത് സിട്ടു, ഇങ്ങനെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ വീണ്ടും